ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് എന്നും, പക്ഷേ ഇതുപോലൊന്നും അല്ല. ക്രിസ്മസൊക്കെ വരികയല്ലേ, അപ്പോൾ എനിക്ക് സാന്തായെ വരയ്ക്കാനൊരു ആഗ്രഹം. ഓക്കെ, കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ പെയിൻറ്റും ബ്രഷൊക്കെ കയ്യിലെടുക്കുന്നത് തന്നെ. അങ്ങനെ ഞാൻ സാന്തായൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്തു, അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ടച്ചൊക്കെ വിട്ടു പോയെന്ന്. ഏകദേശം ഒരു 1-2 വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നെയും ഈ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ എനിക്ക് ലിറ്ററലി പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഫ്ലോപ്പായിരുന്നു എൻ്റെ സാന്ത. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഹോട്ട് പ്രസ്ഡ് പേപ്പറാണ് കേട്ടോ എടുത്തത്. അപ്പോഴത്തേനും എന്താണ്ട് ഞാൻ അതൊക്കെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഫലക്കുമ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നു. ഇത് രാവിലെ എണീറ്റതല്ല, രാവിലെ എണീറ്റ് പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റ് വന്നേക്കാണ് കേട്ടോ. അതോടെ എൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ഞാൻ നിർത്തിയിട്ടോ. കാരണം ആ കിട്ടുന്നൊരു സമയത്ത് മാത്രമേ എനിക്ക് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ചടപടയാന്നായിരിക്കും ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതോ വരയ്ക്കുന്നതോ എന്തുവെന്ന് വെച്ചാൽ. അതുകൊണ്ട് വലിയ പെർഫെക്ഷനൊന്നും കാണത്തില്ല. പിന്നെ ഞങ്ങളുടെ കുറച്ച് മീ ടൈമാണ് കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. ഇന്ന് ദോശയും ഉള്ളിക്കറിയായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഉള്ളിക്കറിക്കകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കണം. അതായത് ചോറ് എടുക്കുവാണെങ്കിൽ ചോറ് കറിക്കകത്ത് മുങ്ങിക്കിടക്കണം, അങ്ങനെയാണ്. എന്നാണ്ട് അപ്പോഴത്തേനും നമ്മുടെ ഫലകമോളും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ഒക്കെ പിച്ചിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇതിൽ നിന്ന് അവൾ ആകപ്പാട് കഴിക്കാൻ പോകുന്നത് ഒരു പീസിൻ്റെ ഒരു തുള്ളി പോലും വായിലെടുത്ത് വെക്കും. അപ്പോൾ ഉമ്മി ഇവൾക്ക് കഴിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. പക്ഷേ ഇതൊന്നും നടക്കത്തില്ല. കുറച്ച് നേരം അത് വെച്ച് കളിക്കും. പിന്നെ അവൾ എന്ത് കഴിക്കുകയാണെങ്കിലും കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കും കേട്ടോ. ഇങ്ങനെ വെച്ച് നീട്ടും. നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അവളുടെ മൂഡ് ശരിയല്ലെങ്കിൽ അവൾ നമ്മളെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ അവൾ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര പച്ചയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഇത് കാരണം ഞാനൊരു തുള്ളി പോലും കറി ഒഴിച്ചു കൊടുത്തു. പക്ഷേ അതൊന്നും അവൾ കൂട്ടിയൊന്നുമില്ല. അവൾ ആ പ്ലേറ്റ് അതുപോലെ പറിച്ച് കളഞ്ഞു. പിന്നെ കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേനും നമ്മുടെ സാൻഡിയുടെ ബാക്കി വർക്ക് കൂടി ഞാനത് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു വർക്കായിരുന്നു ഇത്. പിന്നെ എനിക്കൊരു ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ടായിരുന്നു. മാം ഇന്നലെ ഹോംവർക്കായിട്ട് തന്നതാണ്. അങ്ങനെ ഞാൻ അതും കൂടി ചെയ്തിട്ട് മാമിനെ അയച്ചു കൊടുത്തു. പിന്നീട് ഇന്നിവിടെ നല്ല മഴയും തണുപ്പും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒന്നും ചെയ്യാനേ ഒരു മൂഡില്ല, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇതുപോലൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ രാവിലെകൾ കടന്നു പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇനിയും കാണാം.